അവരവിടെ നിന്നാണ് ഇപ്പൊ UK അല്ലെങ്കിൽ ഇപ്പൊ അമേരിക്ക പറയുന്ന പുതിയ വിസ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഉൾപ്പെടുത്തിയ രാജ്യങ്ങളുടെ പട്ടികയിൽ ഏതൊക്കെ രാജ്യങ്ങളുള്ളത്? അപ്പൊ അവിടെ നിന്ന് കൂടുതൽ ആളുകൾ കുടിയേറ്റം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ അങ്ങനെ പോകുന്നു. അതല്ലാതെ ആളുകൾ മതം മാറുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്യുന്നു പറഞ്ഞത് ഈ RSSന്റെ ബുദ്ധിയില്ലായ്മയാണ്. അവരെ മനുഷ്യരെ പോലെ ചിന്തിക്കുന്ന ബുദ്ധിയുള്ളവരല്ലല്ലോ. അപ്പൊ അവിടെയാണ് ഇതിന്റെ വ്യത്യാസം. അതുപോലെ അടിസ്ഥാനപരമായിട്ട് ഒരുപാട് വിഷയങ്ങൾ ഞാൻ പറഞ്ഞ വാദങ്ങൾ RSSന്റെ വാദങ്ങളാന്ന് പറയുന്നത് വളരെ നിർഭാഗ്യം. അത് തന്നെയാണ് താങ്കൾ പറഞ്ഞത്. അതിൽ തന്നെയാണ് RSS പറഞ്ഞത്. പാകിസ്ഥാനിലുള്ള ആളുകൾ അവിടെ മതപരമായിട്ടുള്ള വിവേചനം നേരിടുന്നു, അവര് കൺവെർട്ട് ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. അതല്ലേ താങ്കൾ പറഞ്ഞത്? അങ്ങനെയാണ്. മതം എന്താണ് ഷുഗർ? അവർ ഹിന്ദുക്കളാണോ? സ്വന്തം മോസ്കിൽ ബോംബ് വെച്ച് സ്വന്തം ജനങ്ങളെ കൊല്ലുന്നവർ പ്രാക്ടീസ് ചെയ്യുന്ന മതം ഏതാണ്? സത്യസന്ധമായിട്ട് പറയൂ. അതെ, വെള്ളിയാഴ്ച പള്ളിയിൽ ബോംബ് വെച്ച് കൊല്ലുന്നത് മുസ്ലിങ്ങൾ തന്നെ കൊല്ലുന്നു. അതുകൊണ്ട് അവര് പോലും ആ രാജ്യത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള രാജ്യത്തു നിന്ന് ആളുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നു. അമേരിക്ക വിസ കൊടുക്കാൻ നിർത്തുന്നു. എന്തുകൊണ്ട്? പാകിസ്ഥാനിൽ നിന്ന് കൂടുതൽ കുടിയേറ്റങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ മറ്റു പല രാജ്യങ്ങളും നിർത്തുന്നു. കാനഡയിലേക്ക് കുടിയേറുന്നു. അത് കേരളത്തിൽ നിന്ന് പോലും ഉണ്ടെന്ന്. ഇവരൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്ന് മതപീഡനം കൊണ്ടാണ് പോകുന്നത്. അല്ല, നമ്മുടെ രാജ്യത്ത് നിന്ന് കൃത്യമായിട്ട് പോകുന്ന ആളുകൾ ഇവിടത്തേക്കാൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം കിട്ടുന്നു, അവിടെ പൗരത്വം കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് പോകുന്നു. ഇപ്പൊ ഞാൻ അറിയുന്ന എത്ര സുഹൃത്തുക്കളുണ്ട്, അവർക്കൊന്നും നാട്ടിലും നല്ല ചുറ്റുപാടുള്ളവരാണ്. പക്ഷെ അവർക്ക് മെച്ചപ്പെട്ട ഇതിനേക്കാൾ ബെറ്റർ സാലറിയോ മറ്റു ഓപ്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർ കുടുംബമായിട്ട് അങ്ങോട്ട് പോകും. അവിടുത്തെ പൗരത്വം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളും ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോകത്തിലെ എല്ലാ തീവ്രവാദ സംഘടനകൾക്കും സപ്ലൈ വിങ് ആരാന്ന് വെച്ചാൽ ഇറാനാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു പോകണമായിരുന്നു. നമുക്ക് പിന്നീട് സംസാരിക്കാം കേട്ടോ. താങ്ക് യു. നമുക്ക് ഇതിനകത്ത് ഇതെന്താണ് ഇതിന്റെ ഒരു ഫ്യൂച്ചറിൽ ഇതിനൊരു സൊല്യൂഷൻ എന്ന് നോക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാൻ പറ്റുന്നത്? ഷഫീർക്ക് എന്നാ തോന്നുന്നത്? എന്താണ് ഒരു സൊല്യൂഷൻ? യുദ്ധത്തിന്റെ ഈ യുദ്ധങ്ങളും ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടോ? ഉണ്ടാവൂല. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അത് നമ്മൾ പരമായിട്ട് പറയുന്നത് അല്ല, ഉണ്ടാവുന്ന പറയുന്നത് അങ്ങനെയല്ല. ഇതിന്റെ ഒരു പ്രശ്നം ഇതിന് ഇപ്പൊ വ്യക്തിപരമായിട്ട് ആളുകളോ മതപരമായിട്ടുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഭരണകൂടങ്ങൾക്ക് താല്പര്യങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനപരമായ ഒരു സമയത്ത് അമേരിക്കയാണ് എല്ലാ തീവ്രവാദ സംഘടനകൾക്കും സഹായവും പൈസയും ആയുധവും കൊടുത്തിരുന്നത്. പിന്നീട് അവരത് നിർത്തി. ഇത് കേക്ക് ഞാൻ ചോദിച്ചതിൽ നിന്നൊക്കെ നിങ്ങൾ പോയി. അത് ഉണ്ടാവില്ല എന്ന് പറയുമ്പോ ഉണ്ടാവും ഞാൻ പറയാം. ഇന്ന് UAE-യും ഇന്ത്യയായിട്ട് ഒരു യുദ്ധത്തിനുള്ള സാധ്യതയുണ്ടോ? അല്ല, ഞാനിതിനകത്ത് നിങ്ങള് സാങ്കല്പിക ചോദ്യങ്ങൾ കൊണ്ട് അങ്ങനല്ല. ഞാൻ ചോദിക്കുന്നത് മാത്രം നിങ്ങൾ ഉത്തരം പറ. നിങ്ങൾ വെള്ളം വെക്കില്ലേ? അതുപോലെ നിങ്ങളതിനുള്ള സാധ്യത പറ. കാര്യമില്ല. നമ്മള് കഴിഞ്ഞുപോയ കാര്യങ്ങളും വസ്തുതകളും അത് ഇത് കേൾക്കുക. സഹോദരൻ കേൾക്കുക. നിങ്ങൾ വെള്ളം വെക്കില്ലേ? ഉദ്ദേശിക്കുന്നതെന്ന് പറയും. നിങ്ങൾ പിന്നെ ചർച്ചയിൽ നിൽക്കാതെ പിന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇന്ത്യയുടെ നല്ലൊരു ഭാഗം ആളുകൾ UAE ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ നയതന്ത്രപരമായിട്ട് അവിടെ വിഷയം ഉണ്ടാകത്തില്ല. ഇപ്പൊ ചൈനയും അമേരിക്കയായിട്ട് വേണമെങ്കിൽ യുദ്ധമൊക്കെ നടത്താൻ പറ്റില്ല. പക്ഷെ ചൈനയുടെ പല കമ്പനികളും വലിയ കമ്പനികള് മാനുഫാക്ചറിങ് യൂണിറ്റുകളെല്ലാം ഇപ്പൊ ഉള്ളത് ചൈനയിലാണ്, അമേരിക്കയുടെ. അപ്പോ ഇത് ഈ പറയുന്ന ട്രേഡ് വാറും മറ്റു കാര്യങ്ങളുണ്ടെങ്കിലും ഒരു അറ്റാക്കിലോട്ട് ഇവരൊന്നും പോകാത്തതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആളുകളും പല ഇൻവെസ്റ്റ്മെന്റുകൾ അവിടെ കിടക്കുന്നുണ്ട്. ഇപ്പൊ സ്വിറ്റ്സർലാൻഡിലാണ് പട്ടാളം അല്ലെങ്കിൽ ആർമിക്ക് വേണ്ടിയിട്ട് ഒരു പൈസ പോലും മുടക്കാത്തതായി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഇന്റേണൽ അവരുടെ രാജ്യത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവര് എന്തെങ്കിലുമൊക്കെ പൈസ ചെലവഴിക്കുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്ന് വെച്ചാൽ ലോക രാജ്യങ്ങളിലുള്ളവരുടെ പലരുടെയും വലിയ അക്കൗണ്ടുകൾ അവിടെയുണ്ട്. അപ്പൊ ഇതിനെല്ലാം ഒരു കാരണങ്ങളുണ്ട്. ഇപ്പൊ ഇറാൻ ഒറ്റപ്പെട്ട് നിൽക്കുകയും ഇറാനിലെ മറ്റുള്ള ആളുകൾ ഇല്ലാതിരിക്കുകയും സ്വദേശികൾ മാത്രമായിട്ട് ഇരിക്കുകയും ചെയ്യുമ്പോഴാണ് ആ രാജ്യം മറ്റു രാജ്യങ്ങളായിട്ട് കണക്ഷൻ ഇല്ലാതെ പോകുന്നത്. അങ്ങനെ ഇപ്പൊ സൗദി ആണെങ്കിൽ പോലും ഒരു ഇസ്ലാം കൺട്രി ആണെങ്കിലും ലോകത്തോളം ഒരുപാട് ചൈനക്കാരെല്ലാം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്.
അപ്പം ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഈ ഇന്ത്യക്കാരുള്ളതുകൊണ്ട് എന്തെല്ലാം പ്രകോപനമായ രീതി വന്നാലും ഈ പൊളിറ്റിക്കലില് ഒരു ഇതുണ്ട്. ഇതിനകത്ത് ഒരു രാജ്യത്തെ കയറി അറ്റാക്ക് ചെയ്താൽ നമുക്ക് നഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യത്തില്ല. അപ്പൊ ഇതുപോലെ ലോക രാജ്യങ്ങൾ സംഭവിക്കും. എല്ലായിടത്തും ഇതൊരു രാജ്യത്തിന്റെ അതിർത്തികൾ ഇല്ലാതെയാകുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഈ യുദ്ധമില്ലാത്തത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഹൈന്ദവ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് അല്ലെങ്കിൽ കല്യാണം പ്രേമിച്ച് കെട്ടിയോ ഒരു മുസ്ലിം കുടുംബത്തിലോട്ട് പോയി, മുസ്ലിമിലുള്ള ഒരു പെൺകൊച്ച് ഒരു ഹിന്ദു വീട്ടിലോട്ട് പോയി, അവർ തമ്മിൽ നല്ല ബന്ധത്തിലാണെങ്കിൽ ഒരു പരിധി വരെ അവർ ഈ മതസ്പർദ്ധ കാണിക്കത്തില്ല. മനസ്സിലായോ? ഇന്റർകാസ്റ്റ് വിവാഹങ്ങള്, ഇന്റർ കൺട്രി വിവാഹങ്ങളൊക്കെ കൂടുതൽ ഇപ്പൊ നടക്കുന്ന കാലമാണ്. അപ്പൊ ഇപ്പൊ എത്രയോ മലയാളികൾ ജർമ്മൻകാരെയും യു എസ് എക്കാരെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കല്യാണം കഴിക്കുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ വിവാഹങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വരുന്നത് ഈ രാജ്യാതിർത്തികൾ ഇല്ലാതെയാവുന്നു എന്നുള്ളതാണ്. അപ്പൊ പഴയ